ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു പൂതി ഒരു കൊഴുക്കട്ട തിന്നണം. പക്ഷേ ആ സ്വാദൊന്നും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതിന് ഇച്ചിരി തേങ്ങയും ഇട്ട് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് ആദ്യം ഒന്ന് വിളയിച്ചെടുക്കാമെന്ന് വെച്ചു. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ അമ്മ പണ്ട് ചേർക്കുന്ന പോലെ വെറുതെ ശർക്കരയും ചീകിയിട്ട് തേങ്ങയും കൂടെ വെറുതെ ഒരു ഷേപ്പൊന്നുമില്ലാത്ത ഒരു വലിയൊരു കൊഴുക്കട്ട, അതിൻ്റെ ടേസ്റ്റ് ഇതിനില്ല. ഇതിന് പിന്നെ ഞാൻ ചുക്കുപൊടിയും ജീരകപ്പൊടിയും എല്ലാം ചേർത്ത് തേങ്ങ അങ്ങ് വരട്ടിയെടുത്തു. എനിക്ക് എന്നിട്ടും ആ സ്വാദ് എനിക്കിതുവരെ അമ്മയുടെ സ്വാദ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് വലിയ ജോലി കൂടുതലായിരുന്നു, എന്നിട്ടും ആ സ്വാദ് കിട്ടിയില്ല. പോട്ടെ, സാരമില്ല. കുറച്ച് അരി പൊട്ടുപൊടിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ മറ്റേ പൊടിയില്ലായിരുന്നു. ഇതെന്തോ നമ്മുടെ ഉണക്കലരി പുട്ടുപൊടിയാണ്. ആ പുട്ടുപൊടിക്കകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടെ പൊടിക്കകത്ത് തന്നെ ഇട്ട്, കാരണം അതിനൊരു ടേസ്റ്റ് വരട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് അടച്ചവിടെ 5 മിനിറ്റ് വെച്ചു. എന്നിട്ട് കാരണം അത് പുട്ടുപൊടിയല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനത് കുഴച്ചുരുട്ടി സൈഡിലോട്ട് വെച്ചു. അതൊക്കെ കുഴച്ചെടുക്കുന്നൊന്നും കിട്ടിയിട്ടില്ല. ചിലതൊക്കെ ക്യാമറയിൽ ശരിയായിട്ട് വിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ക്യാമറയുടെ ശരിക്കും പിടിക്കാനൊന്നും അത്ര വലിയ അറിവൊന്നുമില്ല. പഠിച്ചു വരുന്നേ ഉള്ളൂ, എല്ലാം ആയിക്കോളൂ. പിന്നെ ഞാനത് പരത്തി ഈ പുട്ടുപൊടി ആയിരുന്നുകൊണ്ടേ മറ്റേ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഉരുളുന്നില്ലായിരുന്നു. എന്നാലും ഉരുളും, ചൂടുവെള്ളത്തിൽ വെച്ചത് കൊണ്ടേ ഉരുണ്ട് വന്നു. പിന്നെ ഞാൻ ഉരുട്ടി പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും ഞാൻ തിന്നു ഇന്നലത്തെ പക്ഷേ 2-3 ദിവസം അത് ഫ്രിഡ്ജ് വെച്ച് നമുക്ക് തിന്നാനും നന്നായിട്ട് ഉരുട്ടി നല്ല ഷേപ്പിൽ ഞാനത് സ്റ്റീമറില്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ചരുവത്തിൻ്റെ മുകളിൽ നമ്മളെ ഉണ്ടല്ലോ കിഴുത്തപാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ച് ഞാനത് ഉണ്ടാക്കിയെടുത്തു. നിങ്ങളിതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. തേങ്ങാക്കൊത്തും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ചില 1-2 തേങ്ങ ഒക്കെ നമ്മൾ അടലായി പോത്തില്ലേ തിരുമുമ്പ്, അതൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഏതായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. എന്നിട്ട് പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ തന്നെ വലിയൊരു സന്തോഷമാണ്. ഓക്കെ, ബൈ.